Good afternoon. Today I am going to teach financial assistance provided by the institution to entrepreneurs. These include seed capital, bridge capital, green channel system, single window, margin money scheme. First we start with the seed capital. Seed capital is the funding required to get the operation of new business started, which may come from the founder's personal asset, friends, family members, angel investors, etc. സീഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയൊരു ബിസിനസ് സ്ഥാപനം തുടങ്ങാനായിട്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടിനെയാണ് നമ്മൾ സീഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഈ സീഡ് ക്യാപിറ്റൽ നമുക്ക് കിട്ടുന്നത് ഒന്നില്ലെങ്കിൽ ആ ഫൗണ്ടർ, അതായത് ആ ഓണ്ടർപ്രൈസിൻ്റെ സ്ഥാപകൻ്റെ പേഴ്സണൽ അസറ്റിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ അയാളുടെ ഫ്രണ്ട്സ് അയാളെ ഹെൽപ്പ് ചെയ്യും, അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സ്, അല്ലെങ്കിൽ ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ്, ഇങ്ങനെ ആരെങ്കിലും ഫണ്ട് കൊടുത്ത് ഒരു ബിസിനസ് സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ സീഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാം, സീഡ് ക്യാപിറ്റൽ ഈസ് ദ ഫണ്ടിങ് റിക്വയർഡ് ടു ഗെറ്റ് ദ ഓപ്പറേഷൻ ഓഫ് ന്യൂ ബിസിനസ് സ്റ്റാർട്ടഡ്. ഒരു പുതിയ സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി വരുന്ന ഫണ്ടിനെയാണ് നമ്മൾ സീഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. which may come from the founder's personal asset, friends, family members, angel investors, etc. അത് ആ ഫണ്ട് നമുക്ക് കിട്ടുന്നത് ഒന്നില്ലെങ്കിൽ ആ ഫൗണ്ടറിൻ്റെ പേഴ്സണൽ അസറ്റിൽ നിന്നോ അല്ലെങ്കിൽ ഫ്രണ്ട്സിൽ നിന്നോ ഫാമിലി മെമ്പേഴ്സിൻ്റെ കയ്യിൽ നിന്നായിരിക്കും. ഈ ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് അവർ പ്രിലിമിനറി എക്സ്പെൻസസ് പേയ്മെൻറ്റ് നടത്തുന്നത്. The term seed suggested that it is a very early investment meant to support business unit. It can generate cash of its own or until it is ready for further investment. അതായത് അതിൽ നിന്ന് ആ ബിസിനസ് സ്ഥാപനത്തിൽ നിന്ന് ക്യാഷ് ജനറേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഫർദർ ഇൻവെസ്റ്റ്മെൻറ്റ് അതിൽ നിന്ന് അവർക്ക് റിട്ടേൺ കിട്ടിയാലാണ് അതുപയോഗിച്ച് അവർക്ക് പിന്നെയും ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇതിന് രണ്ടിനും വേണ്ടി നമ്മൾ സീഡ് ക്യാപിറ്റൽ ഹെൽപ്പ് ചെയ്യുന്നു, അതായത് ഫർദർ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയും അതുപോലെ തന്നെ ഏണിങ്സ് ഉണ്ടാക്കാനും. അപ്പോൾ സീഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനീഷ്യൽ ക്യാപിറ്റൽ for starting a business enterprise which may come from the founder's personal asset, friends, family members, angel investors, etc. Then we move to the next portion, that is eligibility criteria for seed capital. ഒരു സീഡ് ക്യാപിറ്റൽ എടുക്കുന്നതിന് വേണ്ട ക്രൈറ്റീരിയ, എലിജിബിലിറ്റി എന്തൊക്കെയാണ് വേണ്ടത്. അതായത് ഇപ്പോൾ സ്മോൾ സ്കെയിൽ ഓണ്ടർപ്രൈസ് ആണെങ്കിൽ മോർ ദാൻ 4 lakh ഉള്ള ബിസിനസ് സ്ഥാപനങ്ങൾക്കാണ് അവർക്ക് സീഡ് ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യുള്ളൂ. ന്യൂ ജനറേഷൻ ഓണ്ടർപ്രണേഴ്സ് ഇൻ സ്മോൾ സ്കെയിൽ റിക്വയർ സീഡ് ക്യാപിറ്റൽ ഓഫ് മോർ ദാൻ 4 lakh. 4 lakhൽ കൂടുതലായിട്ട് വേണം. പിന്നെ ഏതെങ്കിലും സ്മോൾ ഓണ്ടർപ്രണേഴ്സ് അവരെ എക്സ്പാൻഷൻ അല്ലെങ്കിൽ ഡൈവേഴ്സിഫിക്കേഷൻ പർപ്പസ് അല്ലെങ്കിൽ മോഡേണൈസേഷൻ ഇതിന് എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി ഫണ്ട് എടുക്കണമെങ്കിലും ഈ സീഡ് ക്യാപിറ്റൽ അവർക്ക് കിട്ടും. അതാണ് അതിൻ്റെ എലിജിബിലിറ്റി. Entrepreneurs intending to generate from the small scale to medium sector, അതായത് സ്മോൾ സ്കെയിലിൽ നിന്ന് മീഡിയം സെക്ടറിലേക്ക് മാറുന്നത് ഫസ്റ്റ് ടൈം ആണെങ്കിൽ അവർക്കും സീഡ് ക്യാപിറ്റൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യും. നെക്സ്റ്റ് ഫോർത്ത് പോയിന്റ്, entrepreneurs intending to step up a project in the medium sector. ഫോർ ദി മീഡിയം സെക്ടറിൽ ഫസ്റ്റായിട്ട് ഒരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ഒരു സിറ്റുവേഷനിലും സീഡ് ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യും ഇൻസ്റ്റിറ്റ്യൂഷൻസ്. Next, entrepreneurs already in medium sector and intending to undertake diversification for achieving better viability. That means അവർ ഓൾറെഡി മീഡിയം സെക്ടറിലായിരിക്കും, അവർക്ക് കൂടുതൽ ഡൈവേഴ്സിഫിക്കേഷൻ ചെയ്യാൻ അല്ലെങ്കിൽ എക്സ്പാൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്കും സീഡ് ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യും. നെക്സ്റ്റ്, ഓണ്ടർപ്രണേഴ്സ് സീക്കിംഗ് അഡീഷണൽ സീഡ് ക്യാപിറ്റൽ ടു മീറ്റ് പ്രൊജക്റ്റ് കോസ്റ്റ്. അതായത് പ്രൊജക്റ്റ് കോസ്റ്റിൻ്റെ അഡീഷണൽ ആയിട്ട് വരുന്ന കോസ്റ്റ് മീറ്റ് ചെയ്യാനും ഈ സീഡ് ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ഓണ്ടർപ്രണേഴ്സ് ഇപ്പോൾ സിക്കായിട്ടുള്ള അല്ലെങ്കിൽ ക്ലോസ്ഡ് യൂണിറ്റിനെ അണ്ടർടേക്ക് ചെയ്യണമെങ്കിൽ അവർക്കും എന്തു കിട്ടും? സീഡ് ക്യാപിറ്റൽ. ഓണ്ടർപ്രണേഴ്സ് ഇൻറ്റൻഡ് ടു ടേക്ക് ഓവർ ആൻ എക്സിസ്റ്റിംഗ് സിക്ക് ഓർ ക്ലോസ്ഡ് യൂണിറ്റ് അങ്ങനെ എടുക്കുകയാണെങ്കിലും അവർക്ക് സീഡ് ക്യാപിറ്റൽ കിട്ടും. നെക്സ്റ്റ് പോർഷൻ, എമൗണ്ട് ആൻഡ് മോഡ് ഓഫ് അസിസ്റ്റൻസ്. എത്ര എമൗണ്ടാണ് അവർക്ക് അസിസ്റ്റൻസ് ആയിട്ട് കിട്ടുന്നത്. ദ എമൗണ്ട് ഓഫ് സീഡ് ക്യാപിറ്റൽ അസിസ്റ്റൻസ് ഫോർ പ്രൊജക്റ്റ് ഷാൽ നോട്ട് എക്സീഡ് 15 lakh. 15 lakhനേക്കാളും കൂടുതലായിട്ട് സീഡ് ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യില്ല.
Next we move to the next topic, bridge capital. Bridge capital is also called bridge finance. എന്താണ് ബ്രിഡ്ജ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഇപ്പോൾ ഏതൊരു ബിസിനസ് സ്ഥാപനം റൺ ചെയ്യാനായിട്ട് ഫിനാൻസ് ആവശ്യമാണ്. അപ്പോൾ നമ്മൾ ഫിനാൻസ് നമുക്ക് എവിടെ നിന്നൊക്കെ കിട്ടും? കോമേഴ്സ്യൽ ബാങ്ക്സിൽ നിന്നും അതുപോലെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നും നമുക്ക് ലോൺ കിട്ടും. പക്ഷെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ടൈമും അതുപോലെ തന്നെ ആ ലോൺ സാങ്ഷൻ ചെയ്തു വരുന്ന ടൈമും തമ്മിൽ ഒരു ഡിഫറൻസ് ഉണ്ട്. ആ ഒരു ടൈമിൽ ഫണ്ട് പ്രൊവൈഡ് ചെയ്യാനായിട്ടാണ് ബ്രിഡ്ജ് ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. അതായത് നമ്മൾ ലോണിന് അപ്ലൈ ചെയ്യുന്നതും ആ ലോൺ സാങ്ഷൻ ചെയ്ത് നമുക്ക് കിട്ടുന്നതും തമ്മിലുള്ള ആ ഒരു ടൈം ഗ്യാപ്പിൽ ഫണ്ട് പ്രൊവൈഡ് ചെയ്യാനാണ് ബ്രിഡ്ജ് ക്യാപിറ്റൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. എ ബിസിനസ് യൂണിറ്റ് റിക്വയർസ് ഫിനാൻസ് ഫോർ ഇറ്റ്സ് ഓപ്പറേഷൻ. Financial institutions and commercial banks provide financial assistance in the form of loan. ലോണിൻ്റെ ഫോമിൽ നമുക്ക് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബട്ട് ദെയർ മേ ബി ടൈം ലാഗ് വരും. എന്ത് തമ്മിൽ? സാങ്ഷനിങ് ഓഫ് ദി ലോൺ നമുക്ക് കിട്ടാനും നമ്മുടെ സാങ്ഷൻ ആവാനും അത് നമ്മുടെ കയ്യിലും കിട്ടാനും തമ്മിലുള്ള ഒരു ടൈം ഗ്യാപ്പ്. ടു ബ്രിഡ്ജ് ക്യാപിറ്റൽ ഈസ് ഇൻട്രൊഡ്യൂസ്ഡ്. ആ ഒരു ഗ്യാപ്പ് ബ്രിഡ്ജ് ചെയ്യാനായിട്ടാണ് നമ്മൾ ബ്രിഡ്ജ് ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. ദസ് ബ്രിഡ്ജ് ക്യാപിറ്റൽ ഈസ് ദ അഡ്വാൻസ് ഗീവൻ ടു കവർ ദ ഫിനാൻസ് റിക്വയർമെൻറ്റ് ഡ്യൂറിങ് ദ ടൈം ഗ്യാപ്പ് ബിറ്റ്വീൻ ദ സാങ്ഷനിങ് ആൻഡ് ഡിസ്ബേഴ്സ്മെൻറ്റ് ഓഫ് ടേം ലോൺ ബൈ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപ്പോൾ ആ ടൈം ഗ്യാപ്പിൻ്റെ ഉള്ളിൽ, അതായത് ലോൺ സാങ്ഷൻ ചെയ്ത് കിട്ടാനും അത് നമ്മുടെ കയ്യിൽ ആ ലോൺ എമൗണ്ട് കിട്ടുന്ന ആ ഒരു ഗ്യാപ്പിൽ നമുക്ക് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് തരാനാണ് ബ്രിഡ്ജ് ക്യാപിറ്റൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. നെക്സ്റ്റ് വരുന്നത് ബെനിഫിറ്റ് ഓഫ് ബ്രിഡ്ജ് ക്യാപിറ്റൽ. രണ്ട് ബെനിഫിറ്റാണ് ബ്രിഡ്ജ് ക്യാപിറ്റലിൻ്റെ വരുന്നത്. ഫസ്റ്റ്, അപ്രൂവൽ ടൈം ഫോർ ബ്രിഡ്ജ് ഫിനാൻസ് ഈസ് ടിപ്പിക്കലി ഷോർട്ടർ ദാൻ ദോസ് ഫോർ ബാങ്ക് ഇഷ്യൂഡ് ലോൺ. ബാങ്ക് ഇഷ്യൂഡ് ലോണിനേക്കാളും അതിൻ്റെ ബ്രിഡ്ജ് ക്യാപിറ്റലിൻ്റെ ഫിനാൻസിൻ്റെ ടൈം ഷോർട്ടായിരിക്കും. അപ്രൂവൽ ടൈം ഫോർ ബ്രിഡ്ജ് ഫിനാൻസ് ഈസ് ടിപ്പിക്കലി ഷോർട്ടർ ദാൻ ദോസ് ഫോർ ബാങ്ക് ഇഷ്യൂഡ് ലോൺ. ബാങ്ക്സ് ഇഷ്യൂ ചെയ്യുന്ന ലോണുകളേക്കാളും നമുക്ക് അതിന് കിട്ടുന്ന അപ്രൂവൽ ടൈം കുറച്ച് മതി. നെക്സ്റ്റ് അഡ്വാൻറ്റേജ്, ബ്രിഡ്ജ് ക്യാപിറ്റൽ ക്യാൻ ഓൾസോ ബി യൂസ്ഡ് ഫോർ പേഴ്സണൽ പർപ്പസ്. നമ്മൾ ബ്രിഡ്ജ് ക്യാപിറ്റൽ ബിസിനസ് പർപ്പസിന് മാത്രമല്ലാണ്ട് അത് പേഴ്സണൽ പർപ്പസിനും കൂടി യൂസ് ചെയ്യുന്നു. അപ്പോൾ ബ്രിഡ്ജ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രിഡ്ജ് ക്യാപിറ്റൽ ഈസ് ദ അഡ്വാൻസ് ഗീവൻ ടു കവർ ദ ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റ് ഡ്യൂറിങ് ദ ടൈം ഗ്യാപ്പ് ബിറ്റ്വീൻ ദ സാങ്ഷനിങ് ആൻഡ് ഡിസ്ബേഴ്സ്മെൻറ്റ് ഓഫ് ടേം ലോൺ ബൈ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ആൻഡ് ഇറ്റ് ബെനിഫിറ്റ് ഓഫ് ബ്രിഡ്ജ് ക്യാപിറ്റൽ ഇൻക്ലൂഡ്സ് ഫസ്റ്റ്, approval time for bridge finance is typically shorter than those for bank issued loan. Second point, bridge capital can also be used for personal purpose. നമ്മൾ ബ്രിഡ്ജ് ക്യാപിറ്റൽ പേഴ്സണൽ പർപ്പസിനും യൂസ് ചെയ്യുന്നുണ്ട്. സീഡ് ക്യാപിറ്റൽ നമ്മൾ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി, ബിസിനസ് സ്ഥാപനത്തിൽ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഫണ്ടാണ് സീഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അത് മെയിനായിട്ട് നമുക്ക് കിട്ടുന്നത് ഫ്രണ്ട്സിൻ്റെ നിന്ന്, റിലേറ്റീവ്സിൻ്റെ നിന്ന്, ഫാമിലി മെമ്പേഴ്സിൻ്റെ നിന്നൊക്കെ ആയിരിക്കും. പിന്നെ നമ്മൾ പഠിച്ചത് ബ്രിഡ്ജ് ക്യാപിറ്റലാണ്. ബ്രിഡ്ജ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിസിനസ് യൂണിറ്റ്സ് ലോണിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ആ ലോൺ സാങ്ഷൻ ചെയ്യാനോ അത് ആ ലോൺ എമൗണ്ട് നമ്മുടെ കയ്യിൽ കിട്ടാനും എടുക്കുന്ന ടൈം, ആ ടൈമിന് ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ക്യാപിറ്റലിനെയാണ് നമ്മൾ ബ്രിഡ്ജ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഗ്രീൻ ചാനൽ സിസ്റ്റത്തിൽ പറയുന്നത്, ഇൻ ഈച്ച് DIC there are green channel counters and a single window clearance board. Under the single window scheme, industrial unit need not apply to different agencies and department for different licenses and certificate. Industrial unit with investment in plant and machinery up to 2 lakh can approach green channel system. ഈ ഗ്രീൻ ചാനൽ സിസ്റ്റത്തിൽ നമ്മുടെ ഈ ഓൺടർപ്രനേഴ്സിൻ്റെ, അതായത് സ്മോൾ ഓൺടർപ്രനേഴ്സിൻ്റെ സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള പ്രൊസീജിയേഴ്സ് സിംപ്ലിഫൈ ചെയ്യാനാണ് ഗ്രീൻ ചാനൽ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്.
അത് ഗവൺമെൻറ് ഓഫ് കേരളയാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. അതിൻ്റെ എയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിംപ്ലിഫയിങ് ദ പ്രൊസീജിയർ ഇൻ കണക്ഷൻ വിത്ത് ദി രജിസ്ട്രേഷൻ. അതായത് ഇപ്പോൾ പവർ കണക്ഷന് വേണ്ടി വേറെ സ്ഥലത്ത് കൊണ്ടുപോയി അപ്ലിക്കേഷൻ കൊടുക്കുക, റോ മെറ്റീരിയൽസ് കിട്ടാൻ വേറെ സ്ഥലത്ത്, അങ്ങനെയൊന്നും ചെയ്യാണ്ട് എല്ലാ കാര്യത്തിനു വേണ്ടിയും അവർ മെയിനായിട്ട് DICനെയാണ് ഡിപ്പെൻഡ് ചെയ്യുക. അതാണ് ഗ്രീൻ ചാനൽ സിസ്റ്റം. അതായത് സ്മോൾ ഇൻഡസ്ട്രീസിൻ്റെ സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്രൊസീജിയേഴ്സ് സിംപ്ലിഫൈ ചെയ്ത് കൂടുതൽ ഓൺടർപ്രനേഴ്സിനെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാനായിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്ന അസിസ്റ്റൻസാണ് ഗ്രീൻ ചാനൽ സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് ഇതിൽ പ്രൊസീജിയേഴ്സ് കുറവാണ്. അതായത് ഓരോരുത്തരും പവർ കണക്ഷന് വേണ്ടി വേറെ സ്ഥലത്ത് കൊണ്ടു കൊടുക്കുക, റോ മെറ്റീരിയലിന് വേണ്ടി വേറെ, എല്ലാത്തിനും വേണ്ടി ഒറ്റ പ്ലേസ്, അതായത് ഡിസ്ട്രിക്റ്റ് DICയിൽ മാത്രം കൊടുത്താൽ മതി. ബാക്കിയുള്ള പ്രൊസീജിയേഴ്സൊക്കെ DICയിൽ നടത്തും. നമുക്ക് നോക്കാം. ഇൻ ഈച്ച് DIC ദെയർ ആർ ഗ്രീൻ ചാനൽ കൗണ്ടേഴ്സ് ആൻഡ് സിംഗിൾ വിൻഡോ ക്ലിയറൻസ് ബോർഡ്. എല്ലാ DICയിലും അവിടെ ഗ്രീൻ ചാനൽ കൗണ്ടേഴ്സും അതുപോലെ തന്നെ സിംഗിൾ ക്ലിയറൻസ് ബോർഡും ഉണ്ട്. സിംഗിൾ വിൻഡോ സ്കീം എന്നാണ് ഉദ്ദേശിച്ചത്. സിംഗിൾ വിൻഡോ സ്കീം നെക്സ്റ്റ് നമ്മൾ പഠിക്കേണ്ട അടുത്ത പോർഷൻ. അണ്ടർ ദ സിംഗിൾ വിൻഡോ സ്കീം ഇൻഡസ്ട്രിയൽ യൂണിറ്റ് നീഡ് നോട്ട് അപ്ലൈ ടു ഡിഫറെൻറ്റ് ഏജൻസീസ് ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റ് ഫോർ ഡിഫറെൻറ്റ് ലൈസൻസ്. അതായത് ഇപ്പോൾ ലൈസൻസിന് വേണ്ടി, അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റിന് വേണ്ടി, അല്ലെങ്കിൽ പവർ കണക്ഷന് വേണ്ടി, ഇതിനൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് സെപ്പറേറ്റ് ആൾക്കാരുടെ അടുത്ത് പോകേണ്ട. എല്ലാ ആപ്ലിക്കേഷനും DICയിൽ കൊണ്ടുകൊടുത്താൽ ഗ്രീൻ ചാനൽ സിസ്റ്റം അനുസരിച്ച് അതിൻ്റെ പ്രൊസീജിയർ പെട്ടെന്നാക്കും. പിന്നെ എന്താണ് ഗ്രീൻ ചാനൽ സിസ്റ്റവും സിംഗിൾ വിൻഡോ സിസ്റ്റവും തമ്മിലുള്ള ഡിഫറൻസ്? അതായത് ഇൻഡസ്ട്രിയൽ യൂണിറ്റ് വിത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ പ്ലാന്റ് ആൻഡ് മെഷീനറി അപ് ടു 2 lakh ക്യാൻ അപ്രോച്ച് ഗ്രീൻ ചാനൽ സിസ്റ്റം. അതായത് ഗ്രീൻ ചാനൽ സിസ്റ്റത്തിൽ അപ്രോച്ച് ചെയ്യണമെങ്കിൽ അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ്, പ്ലാന്റ് ആൻഡ് മെഷീനറിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് അപ് ടു 2 lakh ആയിരിക്കണം. 2 ലക്ഷം വരെ വരാണെങ്കിലാണ് അവിടെ നമുക്ക് ഇൻഡസ്ട്രിയൽ യൂണിറ്റ് ഗ്രീൻ ചാനൽ സിസ്റ്റത്തിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഒന്നുകൂടി നോക്കാം. ഇൻഡസ്ട്രിയൽ യൂണിറ്റ് വിത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ പ്ലാന്റ് ആൻഡ് മെഷീനറി അപ് ടു 2 lakh ക്യാൻ അപ്രോച്ച് ഗ്രീൻ ചാനൽ സിസ്റ്റം. അവർക്ക് മാത്രമേ ഗ്രീൻ ചാനൽ സിസ്റ്റത്തിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ സിംഗിൾ വിൻഡോ സിസ്റ്റം അനുസരിച്ച് എങ്ങനെയായിരിക്കും? സിംഗിൾ വിൻഡോ സിസ്റ്റത്തിൽ ഇൻഡസ്ട്രിയൽ യൂണിറ്റ് വിത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ പ്ലാന്റ് ആൻഡ് മെഷീനറി എക്സീഡ് 2 lakh ക്യാൻ അപ്രോച്ച് സിംഗിൾ വിൻഡോ സിസ്റ്റം. 2 ലക്ഷത്തിൽ 2 lakhൽ കൂടുതലാവണമെങ്കിൽ നമുക്ക് സിംഗിൾ വിൻഡോ സിസ്റ്റം ആണ്, സിംഗിൾ വിൻഡോ സിസ്റ്റത്തിനെ അപ്രോച്ച് ചെയ്യാം. അതേസമയം പ്ലാന്റ് ആൻഡ് മെഷീനറിയിലെ ഇൻവെസ്റ്റ്മെൻറ്റ് 2 lakh വരെ ഉള്ളെങ്കിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഇൻഡസ്ട്രി ഗ്രീൻ ചാനൽ സിസ്റ്റത്തിനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത്. 2 lakhന് എബവ് ആണെങ്കിൽ നമ്മൾ സിംഗിൾ വിൻഡോ സിസ്റ്റത്തിനെ അപ്രോച്ച് ചെയ്യും. അപ്പോൾ ഗ്രീൻ ചാനൽ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്മോൾ ഇൻഡസ്ട്രീസിന് ബിസിനസ് സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യാനുള്ള ഇനീഷ്യൽ പ്രൊസീജിയേഴ്സ് റെഡ്യൂസ് ചെയ്യാനായിട്ട് എല്ലാ ഇപ്പോൾ ലൈസൻസിൻ്റെ ആയാലും അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ്, ഡോക്യുമെൻ്റ് എല്ലാത്തിൻ്റെയും മെയിനായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം കൊണ്ട് DICയിൽ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എല്ലാ പ്രൊസീജിയറും നടത്തി ഓൺടർപ്രനേഴ്സിന് കൊടുക്കും. അവിടെ 2 തരത്തിലുണ്ട്, ഗ്രീൻ ചാനൽ സിസ്റ്റവും അതുപോലെ സിംഗിൾ വിൻഡോ സിസ്റ്റം. ഗ്രീൻ ചാനൽ സിസ്റ്റത്തിനനുസരിച്ച് ഇൻഡസ്ട്രിയൽ യൂണിറ്റിൻ്റെ പ്ലാന്റ് ആൻഡ് മെഷീനറിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് 2 ലക്ഷം വരെയാണെങ്കിൽ നമുക്ക് ഗ്രീൻ ചാനൽ സിസ്റ്റത്തിനെ ആശ്രയിക്കാം. 2 ലക്ഷത്തിൽ കൂടുതലാണെങ്കിൽ സിംഗിൾ വിൻഡോ സിസ്റ്റത്തിനെ നമുക്ക് അപ്രോച്ച് ചെയ്യാം. അപ്പോൾ നമ്മളിന്ന് ഫസ്റ്റ് പഠിച്ചത് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ സപ്പോർട്ടിൽ സീഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഇനീഷ്യലി വേണ്ട ഫണ്ട്. സീഡ് ക്യാപിറ്റൽ ഈസ് ദ ഫണ്ടിങ് റിക്വയർഡ് ടു ഗെറ്റ് ദ ഓപ്പറേഷൻ ഓഫ് ന്യൂ ബിസിനസ് സ്റ്റാർട്ടഡ് വിച്ച് മേ കം ഫ്രം ദി ഫൗണ്ടേഴ്സ് പേഴ്സണൽ അസറ്റ്, ഫ്രണ്ട്സ്, ഫാമിലി മെമ്പേഴ്സ്, ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് എക്സെട്ര. നെക്സ്റ്റ് ബ്രിഡ്ജ് ക്യാപിറ്റൽ. Bridge capital is the advance given to cover the financial requirement during the time gap between the sanctioning and disbursement of term loan by financial institutions.
അതാണ് ബ്രിഡ്ജ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ബ്രിഡ്ജ് ക്യാപിറ്റലിൻ്റെ ബെനിഫിറ്റ് 2 ടൈപ്പാണ്. അത് കിട്ടാനുള്ള ടൈം, അപ്രൂവൽ കിട്ടാനുള്ള ടൈം സാധാരണ ബാങ്കിനേക്കാളും കുറവാണ്. അതുപോലെ തന്നെ ഇത് പേഴ്സണൽ പർപ്പസിന് വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ബ്രിഡ്ജ് ക്യാപിറ്റൽ ക്യാൻ ഓൾസോ ബി യൂസ്ഡ് ഫോർ പേഴ്സണൽ പർപ്പസ്. നെക്സ്റ്റ് ഗ്രീൻ ചാനൽ സിസ്റ്റം, അതായത് സിംഗിൾ വിൻഡോ ക്ലിയറൻസ് ബോർഡിനെ അപ്ലൈ ചെയ്തു. അതായത് പ്രൊസീജിയേഴ്സ് സിംപ്ലിഫൈ ചെയ്ത് സ്പീഡാക്കാനായിട്ട് ഗ്രീൻ ചാനൽ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതായത് എല്ലാ ആപ്ലിക്കേഷൻസും DICയിൽ കൊണ്ട് സബ്മിറ്റ് ചെയ്യും. ഇൻഡസ്ട്രിയൽ യൂണിറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ പ്ലാന്റ് ആൻഡ് മിഷനറി അപ് ടു 2 lakh. 2 lakh വരെയാണെങ്കിൽ ആ ഗ്രീൻ ചാനൽ സിസ്റ്റത്തിനെ നമുക്ക് അപ്രോച്ച് ചെയ്യാം. 2 lakhൽ എബവ് ആണെങ്കിൽ നമുക്ക് സിംഗിൾ വിൻഡോ സിസ്റ്റം അപ്രോച്ച് ചെയ്യേണ്ടി വരും. നെക്സ്റ്റ് വി മൂവ് ടു ദി സിംഗിൾ വിൻഡോ സിസ്റ്റം. The single window system is a scheme introduced by the government of Kerala with the aim of simplifying the procedure in connection with the registration of small scale business for getting financial assistance, raw materials, etc. Under the scheme, an entrepreneur need to submit all applications relating to power connection, loan, raw material at one place, DIC. The single window scheme aims at expanding clearance and simplifying procedural formalities. സിംഗിൾ വിൻഡോ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഗവൺമെൻറ് ഓഫ് കേരളയാണ്. അതിൻ്റെ എയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രജിസ്ട്രേഷൻ പർപ്പസിൻ്റെ പ്രൊസീജിയേഴ്സ് സിംപ്ലിഫൈ ചെയ്യുക. അതായത് എല്ലാ ആപ്ലിക്കേഷൻസും DICയിൽ കൊണ്ട് സബ്മിറ്റ് ചെയ്ത് ആ പ്രൊസീജിയേഴ്സ് സിംപ്ലിഫൈ ചെയ്യാനായിട്ടാണ് സിംഗിൾ വിൻഡോ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതായത് ഈ സ്കീം അനുസരിച്ച് ഒരു ഓൺട്രപ്രനർ എല്ലാ സർട്ടിഫിക്കറ്റും, അതായത് പവർ സപ്ലൈയുടെയോ അതുപോലെ രജിസ്ട്രേഷൻ, ഇൻകോർപ്പറേഷൻ, അങ്ങനെ എല്ലാത്തിൻ്റെയും സർട്ടിഫിക്കറ്റ് DICയിൽ കൊണ്ടുപോയി കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അല്ലാണ്ട് ഓരോ ആവശ്യത്തിനു വേണ്ടി സെപ്പറേറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട. ഇത് നമ്മുടെ പ്രൊസീജിയേഴ്സ് സ്മോൾ സ്കെയിൽ ഓൺട്രപ്രനേഴ്സിന് അവരുടെ പ്രൊസീജിയേഴ്സ് സിംപ്ലിഫൈ ചെയ്യാനാണ് സിംഗിൾ വിൻഡോ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇത് കൊണ്ടുവന്നത് ബൈ ഗവൺമെൻറ് ഓഫ് കേരള. ഗവൺമെൻറ് ഓഫ് കേരളയാണ് സിംഗിൾ വിൻഡോ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തത് വിത്ത് ദ എയിം ഓഫ് സിംപ്ലിഫൈയിങ് ദ പ്രൊസീജിയർ ഫോർ സ്റ്റാർട്ടിംഗ് ഓൺട്രപ്രനർഷിപ്പ് ഇൻ സ്മോൾ സ്കെയിൽ. ഈ സ്കീമിൻ്റെ എയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്പാൻഡിങ് ക്ലിയറൻസ് ആൻഡ് സിംപ്ലിഫൈങ് ദ പ്രൊസീജിയർ ഫോർമാലിറ്റീസ് സിംപ്ലിഫൈ ചെയ്യാനും അതുപോലെ തന്നെ എക്സ്പാൻഡ് ചെയ്യാൻ, ക്ലിയറൻസ് എക്സ്പാൻഡ് ചെയ്യുക. ഇത് രണ്ടുമാണ് ഈ സിസ്റ്റത്തിൻ്റെ സ്പെഷ്യാലിറ്റികൾ. നെക്സ്റ്റ് മാർജിൻ മണി സ്കീം. മാർജിൻ മണി ഈസ് ദ ഇൻവെസ്റ്റ്മെൻറ്റ് പെയ്ഡ് ബൈ ദി ബോറോവർ ടുവേഴ്സ് ദ ക്യാപിറ്റൽ ഓഫ് എ പ്രോജക്റ്റ്. It is the initial capital to be invested by the borrower in order to obtain loan from financial institutions. If the borrower has no margin money, it is provided by the industrial department. മാർജിൻ മണി സ്കീം എന്ന് പറഞ്ഞാൽ ഒരു ബോറോവർ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി കൊടുക്കുന്ന എമൗണ്ടിനെയാണ് നമ്മൾ മാർജിൻ മണി സ്കീം എന്ന് പറയുന്നത്. Margin money is the investment made by the borrower towards the capital of a project. പ്രൊജക്റ്റിൻ്റെ ക്യാപിറ്റലിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഓൺട്രപ്രനർ ഡെപ്പോസിറ്റ് ചെയ്യുന്ന മണീനെയാണ് നമ്മൾ മാർജിൻ മണി സ്കീം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ഇനീഷ്യൽ ക്യാപിറ്റൽ ടു ബി ഇൻവെസ്റ്റഡ് ബൈ ദി ബോറോവർ. ഇനീഷ്യൽ എമൗണ്ടിനെയാണ് നമ്മൾ മാർജിൻ മണി സ്കീം എന്ന് പറയുന്നത്. ഇൻ ഓർഡർ ടു ഒബ്റ്റെയിൻ ലോൺ ഫ്രം ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപ്പോൾ നമുക്ക് ഈ മാർജിൻ മണി സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് ലോണുകൾ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ലോൺ കിട്ടുള്ളൂ. ആ എമൗണ്ട് ഇല്ലെങ്കിൽ ബാങ്കുകാർ നമുക്ക് ലോൺ പ്രൊവൈഡ് ചെയ്യില്ല. അപ്പം മാർജിൻ മണി സ്കീം അനുസരിച്ചുള്ള എമൗണ്ട് നമ്മളെപ്പോഴും ഡെപ്പോസിറ്റ് ചെയ്താൽ മാത്രമേ പിന്നെ നമുക്ക് പിന്നീടുള്ള ലോണുകൾ കിട്ടുള്ളൂ. അപ്പോൾ ഇപ്പോൾ ബോറോവറിൻ്റെ കയ്യിൽ മാർജിൻ മണി ഇല്ലെങ്കിൽ ഇറ്റ് ഈസ് പ്രൊവൈഡഡ് ബൈ ദി ഇൻഡസ്ട്രിയൽ ഡിപ്പാർട്ട്മെൻറ്റ്. ഇപ്പോൾ ഈ ബോറോവറിൻ്റെ കയ്യിൽ ഫണ്ടില്ലെങ്കിൽ ആ എമൗണ്ട് കൊടുത്തുകൊണ്ട് ആ ഇൻഡസ്ട്രിയൽ ഡിപ്പാർട്ട്മെൻറ്റ് ബിസിനസ് ഓൺട്രപ്രനേഴ്സിന്, സ്മോൾ സ്കെയിൽ ഓൺട്രപ്രനേഴ്സിനെ ഹെൽപ്പ് ചെയ്യും. അതാണ് നെക്സ്റ്റ് പറഞ്ഞ സ്കീം, മാർജിൻ മണി സ്കീം.
ഒന്നുകൂടി നോക്കാം. മാർജിൻ മണി ഈസ് ദ ഇൻവെസ്റ്റ്മെൻറ്റ് മെയ്ഡ് ബൈ ദി ബോറോവർ ടുവേഴ്സ് ദ ക്യാപിറ്റൽ ഓഫ് എ പ്രൊജക്റ്റ്. ക്യാപിറ്റലിന് വേണ്ടി ഡെപ്പോസിറ്റ് ചെയ്യുന്ന മണീനെയാണ് നമ്മൾ മാർജിൻ മണി എന്ന് പറയുന്നത്. ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്, ഈ മാർജിൻ മണി നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്താൽ മാത്രമേ ബാക്കി സ്ഥലങ്ങളിൽ നിന്ന് ഓൺട്രപ്രനേഴ്സിന് ലോൺ കിട്ടുള്ളൂ. ഇപ്പം മാർജിൻ മണി ഇല്ലെങ്കിൽ അത് ഈ ഇൻഡസ്ട്രിയൽ ഡിപ്പാർട്ട്മെൻറ്റ് ആ എമൗണ്ട് പ്രൊവൈഡ് ചെയ്ത് ഓൺട്രപ്രനേഴ്സിനെ ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് ഈസ് സിക്ക് ഇൻഡസ്ട്രിയൽ യൂണിറ്റ്. The Sikh Industrial Companies Act 1985 defined Sikh unit as an industrial company which has at the end of any financial year accumulated losses equal to or exceeding its entire net worth and has also suffered cash losses in such financial year immediately preceding such financial year. അതായത് നമ്മുടെ സിക്ക് ഇൻഡസ്ട്രീസ് കമ്പനീസ് ആക്ട് 1985 അനുസരിച്ച് സിക്ക് യൂണിറ്റിനെ ഡിഫൈൻ ചെയ്തേക്കുന്നത്. എന്താണ് സിക്ക് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ? ആൻ ഇൻഡസ്ട്രിയൽ കമ്പനി വിച്ച് ഹാസ് അറ്റ് ദി എൻഡ് ഓഫ് എനി ഫിനാൻഷ്യൽ ഇയർ അക്യുമുലേറ്റഡ് ലോസസ്, അതായത് ലോസസ് അക്യുമുലേറ്റ് ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ടാവും. അതായത് ആ ബിസിനസ് സ്ഥാപനത്തിൽ ലോസ് കുറേ നാളായിട്ട് ഉണ്ടായിക്കൊണ്ടിരുന്നിട്ടുണ്ടാവും. ഈക്വൽ ടു ഓർ എക്സീഡിങ് ഇറ്റ്സ് എൻറ്റയർ നെറ്റ് വർത്ത്, അവരുടെ മൊത്തം നെറ്റ് വർത്തിനേക്കാളും കൂടുതൽ ലോസസ് ആ കമ്പനിക്ക് വന്നുകൊണ്ടിരിക്കുക. ആൻഡ് ഹാസ് ഓൾസോ സഫേർഡ് ക്യാഷ് ലോസസ്, അതുപോലെ തന്നെ ആ ബിസിനസ് സ്ഥാപനത്തിന് ഒരുപാട് ക്യാഷ് ലോസസ് ഉണ്ടായിട്ടുണ്ട്. ഇൻ സച്ച് ഫിനാൻഷ്യൽ ഇയർ ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിങ് സച്ച് ഫിനാൻഷ്യൽ ഇയർ, ഈ വർഷത്തിന് ഏത് വർഷത്തിനാണോ സിക്ക് യൂണിറ്റ് ആവുന്നത് അതിന് തൊട്ട് മുമ്പത്തെ വർഷത്തിലൊക്കെ അത് ഒരുപാട് ഫിനാൻഷ്യൽ ലോസസ് സഫർ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഒന്നുകൂടി നോക്കാം. ദ സിക്ക് ഇൻഡസ്ട്രിയൽ കമ്പനീസ് ആക്ട് 1985 ഡിഫൈൻഡ് സിക്ക് യൂണിറ്റ് ആസ്, സിക്ക് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ആൻ ഇൻഡസ്ട്രിയൽ കമ്പനി, ഒരു ഇൻഡസ്ട്രിയൽ കമ്പനി വിച്ച് ഹാസ് അറ്റ് ദി എൻഡ് ഓഫ് എനി ഫിനാൻഷ്യൽ ഇയർ അക്യുമുലേറ്റഡ് ലോസസ് ഈക്വൽ ടു ഓർ എക്സീഡിങ് ഇറ്റ്സ് എൻറ്റയർ നെറ്റ് വർത്ത്, അവരുടെ മൊത്തം നെറ്റ് വർത്തിനേക്കാളും കൂടുതൽ അവർക്ക് എന്തായിരിക്കും ഉണ്ടായിരിക്കുക? ലോസ് ആയിരിക്കും. ആൻഡ് ഹാസ് ഓൾസോ സഫേർഡ് ക്യാഷ് ലോസസ് ഇൻ സച്ച് ഫിനാൻഷ്യൽ ഇയർ ഇമ്മീഡിയറ്റ്, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഇയറിന് ഇപ്പം നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ 2021, ഈ 2021 പ്രീവിയസ് ഇയറിൽ അതുപോലെ തന്നെ ലോസ് സഫർ ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവും. അങ്ങനത്തെ യൂണിറ്റിനെയാണ് നമ്മൾ സിക്ക് ഇൻഡസ്ട്രിയൽ യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അക്കോർഡിംഗ് ടു ഇൻഡസ്ട്രിയൽ കമ്പനീസ് ആക്ട് 1985 ഡിഫൈൻഡ് സിക്ക് യൂണിറ്റ് ആസ് ആൻ ഇൻഡസ്ട്രിയൽ കമ്പനി വിച്ച് ഹാസ് അറ്റ് ദി എൻഡ് ഓഫ് എനി ഫിനാൻഷ്യൽ ഇയർ അക്യുമുലേറ്റഡ് ലോസസ് ഈക്വൽ ടു ഓർ എക്സീഡിങ് ഇറ്റ്സ് എൻറ്റയർ നെറ്റ് വർത്ത് ആൻഡ് ഓൾസോ സഫേർഡ് ക്യാഷ് ലോസസ് ഇൻ സച്ച് ഫിനാൻഷ്യൽ ഇയർ ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിങ് സച്ച് ഫിനാൻഷ്യൽ ഇയർ. അതിനെയാണ് നമ്മൾ സിക്ക് ഇൻഡസ്ട്രിയൽ യൂണിറ്റ് എന്ന് പറയുന്നത്. സിക്ക് ഇൻഡസ്ട്രിയൽ യൂണിറ്റിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള അതിൻ്റെ നേച്ചർ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാം നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്യും. ഇപ്പം നിങ്ങൾ ആ ജസ്റ്റ് ഡെഫിനിഷൻ മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, ഇപ്പം നമ്മളിന്ന് പഠിച്ചത് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡഡ് ബൈ ദി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ടു ഓൺട്രപ്രനേഴ്സ്. അതിൽ നമ്മളിന്ന് പഠിച്ചത് സീഡ് ക്യാപിറ്റൽ, ബ്രിഡ്ജ് ക്യാപിറ്റൽ, ഗ്രീൻ ചാനൽ സിസ്റ്റം, സിംഗിൾ വിൻഡോ സിസ്റ്റം, മാർജിൻ മണി സ്കീം. സീഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി ഇനീഷ്യൽ ക്യാപിറ്റലിന് വേണ്ടി അയാൾ ഫൗണ്ടർ പേഴ്സണൽ അസറ്റിൽ നിന്ന് അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ നിന്ന് ഫാമിലി മെമ്പേഴ്സിൻ്റെ നിന്ന് ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ നിന്ന് എടുക്കുന്ന ഫണ്ടിനെയാണ് നമ്മൾ സീഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. സീഡ് ക്യാപിറ്റൽ ഈസ് ദ ഫണ്ടിങ് റിക്വയർഡ് ടു ഗെറ്റ് ദ ഓപ്പറേഷൻ ഓഫ് ന്യൂ ബിസിനസ് സ്റ്റാർട്ടഡ് വിച്ച് മേ കം ഫ്രം, അയാൾക്ക് ആ ഫണ്ട് കിട്ടുന്നത് ഫൗണ്ടേഴ്സ്, പേഴ്സണൽ അസറ്റ്, ഫ്രണ്ട്സ്, ഫാമിലി മെമ്പേഴ്സ്, ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് എക്സെട്ര. നെക്സ്റ്റ് നമ്മൾ ബ്രിഡ്ജ് ക്യാപിറ്റലാണ് പഠിച്ചത്. ബ്രിഡ്ജ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാപിറ്റൽ ദാറ്റ് ഈസ് റിക്വയർഡ് ടു ബ്രിഡ്ജ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ സാങ്ഷനിങ് ആൻഡ് ഡിസ്ബേഴ്സ്മെൻറ്റ് ഓഫ് ടേം ലോൺ ബൈ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ലോൺ സാങ്ഷൻ ചെയ്യാനും അത് കയ്യിൽ കിട്ടാനും വരുന്ന ആ ടൈം ഗ്യാപ്പ് ഇല്ലാതാക്കാനായിട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൊടുക്കുന്ന ഫണ്ടിനെയാണ് നമ്മൾ ബ്രിഡ്ജ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. പിന്നെ ബ്രിഡ്ജ് ക്യാപിറ്റലിലെ 2 അഡ്വാൻറ്റേജസ് പറഞ്ഞു. ഇതിൻ്റെ ടൈം ഷോർട്ടാണ്, അതുപോലെ ഇത് പേഴ്സണൽ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നു. നെക്സ്റ്റ് പഠിച്ചത് ഗ്രീൻ ചാനൽ സിസ്റ്റവും സിംഗിൾ വിൻഡോ സിസ്റ്റവും.
ഗ്രീൻ ചാനൽ സിസ്റ്റം ഈ സിംഗിൾ വിൻഡോ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത് ഗവൺമെൻറ് ഓണ്ടർപ്രനേഴ്സിൻ്റെ സ്മോൾ ഓണ്ടർപ്രനേഴ്സിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ട പ്രൊസീജിയേഴ്സും കോംപ്ലക്സിറ്റീസും റെഡ്യൂസ് ചെയ്യാനാണ് ഗ്രീൻ ചാനൽ സിസ്റ്റവും അതുപോലെ സിംഗിൾ വിൻഡോ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇത് അവർ പ്രൊസീജിയേഴ്സ് സിംപ്ലിഫൈ ചെയ്ത് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഗവൺമെൻറ് ഓഫ് കേരളയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പിന്നെ ഇൻഡസ്ട്രിയൽ യൂണിറ്റ് വിത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ പ്ലാന്റ് ആൻഡ് മിഷനറി അപ് ടു 2 lakh, then they can approach green channel system. If it is exceed 2 lakh, they can approach a single window system. നെക്സ്റ്റ് പഠിച്ചത് മാർജിൻ മണി സ്കീം. മാർജിൻ മണി സ്കീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബിസിനസ് സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ട ഇനീഷ്യലായിട്ട് വേണ്ട ക്യാപിറ്റലാണ്. ഈ ക്യാപിറ്റൽ ഇല്ലെങ്കിൽ ബാങ്ക്സുകൾ ലോൺ പ്രൊവൈഡ് ചെയ്യില്ല. അപ്പോൾ ഇപ്പോൾ ഇനീഷ്യൽ ക്യാപിറ്റൽ ഇല്ലെങ്കിൽ ഇഫ് ദ ബോറോർ ഹാസ് നോ മാർജിൻ മണി ഇറ്റ് ഈസ് പ്രൊവൈഡഡ് ബൈ ദി ഇൻഡസ്ട്രിയൽ ഡിപ്പാർട്ട്മെൻറ്റ്. അങ്ങനെ ഇനീഷ്യൽ ക്യാപിറ്റൽ ഇല്ലെങ്കിൽ ആ ഫണ്ട് കൊടുക്കുന്നത് ഇൻഡസ്ട്രിയൽ ഡിപ്പാർട്ട്മെൻറ്റുകളായിരിക്കും. ഇന്നത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് മീൻ ബൈ സീഡ് ക്യാപിറ്റൽ, വാട്ട് ഈസ് മീൻ ബൈ ബ്രിഡ്ജ് ക്യാപിറ്റൽ. ഓക്കെ, താങ്ക് യു. സമയത്തിന് തന്നെ നോട്ട് സബ്മിറ്റ് ചെയ്താൽ മാത്രമേ അറ്റൻഡൻസ് കിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, താങ്ക് യു.